ഹായ്, എൻ്റെ പേര് ജോയ് ദേവസി. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു 49 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഭാര്യയുടെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തപ്പോൾ ഭാര്യ എന്നോട് PT എക്സാം എഴുതണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് എനിക്ക് ആദ്യം തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. കാരണം ഒരുപാട് കാലത്ത് ഒരു ഗ്യാപ്പ് ഉള്ള കാരണം കൊണ്ട് നമ്മൾ പഠിക്കാനും എഴുതാനും ഇതൊക്കെ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ട ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല. ഒരു മാസം ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു 3 മാസത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തു. എന്നിട്ടും എനിക്ക് എക്സാം എഴുതിയപ്പോൾ ഞാൻ പൊട്ടിപ്പോയി. അപ്പോൾ രണ്ടാമതാണ് വീണ്ടും ഭാര്യ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് പ്രൊക്യൂർ PT ജോയിൻ ചെയ്യിച്ചത്. ഒരു 20 ഡേയ്സ് ക്ലാസ്സാണ് ഞാൻ ആവശ്യപ്പെട്ടത് മാമിനോട്. മാം ഒരു 14 ഡേയ്സ് കഴിഞ്ഞപ്പോൾ മാം പറഞ്ഞു അത് മതിയാവും, 14 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൊണ്ട് നല്ലൊരു രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പോൾ മാം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരാഴ്ച കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി ഞാനിങ്ങനെ എഴുതി പാസ്സായത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് PT ഇത്രയ്ക്ക് കോൺഫിഡൻസോടുകൂടി എഴുതാൻ പറ്റിയത് പ്രൊക്യൂർ PT ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മാം എനിക്ക് നല്ല രീതിയിൽ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മൾക്ക് ടൈപ്പിങ്ങും സ്പീഡൊക്കെ കുറവായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾക്കത് മാനേജ് ചെയ്യാമെന്നും പിന്നെ ടൈമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് മാം എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ നമ്മൾക്ക് ഒരു പേടിയില്ലാതെ എഴുതാനായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം ഞാൻ ജോയിൻ ചെയ്ത സ്ഥലത്ത് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ലാതെ എനിക്ക് ഒരു ഇങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ പ്രൊക്യൂർ PT ജെനീറ്റ് മാമിൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്ക് എൻ്റെ സിസ്റ്റർ എന്നെ പഠിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അതോടുകൂടി കോൺഫിഡൻസോടുകൂടി എനിക്ക് എഴുതാൻ പറ്റിയത് പ്രൊക്യൂർ PT ജോയിൻ ചെയ്താണോണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മാമിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് മാം. പിന്നെ പറയാനുള്ളത് ഇത്രയും പൈസ മുടക്കി നമ്മൾ ഒരു പ്രാവശ്യം തോറ്റു, രണ്ടാമത് ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല പൈസ ആവുന്നുണ്ട് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെതായ കൂടി ടെൻഷനും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ അത്യാവശ്യം വേണ്ടതായിരുന്നു. കാരണം എനിക്ക് അധികം ദിവസമില്ല വിസയ്ക്ക് വെക്കണം കാരണം കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ടെൻഷനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രൊക്യൂർ PT ജോയിൻ ചെയ്ത് ഞാനിപ്പോൾ പാസ്സായി. അപ്പോൾ താങ്ക് യു വെരി മച്ച് മാം. എൻ്റെ അഭിപ്രായത്തിൽ പ്രൊക്യൂർ PT ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. കാരണം മാമിൻ്റെ ക്ലാസ് അതേപോലെയാണ്, നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും. വെറുതെ പറയണതല്ല, എൻ്റെ അനുഭവത്തിൽ പറയണതാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് റിസൾട്ട് വന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച് മാം, താങ്ക് യു വെരി മച്ച്.